وصلوات ربي وسلامه على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാഹിബ് വളരെ സുന്ദരമായി നിങ്ങളോടിവിടെ കാര്യങ്ങൾ വിശദീകരിച്ച ബഹുമാനപ്പെട്ട ജമാൽ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിക്കപ്പെട്ടിട്ടുള്ള ഈ സക്കാത്ത് സെമിനാർ തീർച്ചയായും ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ അവൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്നവരാണ് നാം എന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവിൻ്റെ മുന്നിൽ വിചാരണക്കായി നിർത്തപ്പെട്ട കാലുകൾ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകപ്പെടാതെ അവിടെ നിന്ന് നീക്കുവാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 ചോദ്യം വളരെ പ്രസക്തമായും സമ്പത്തിനെ സംബന്ധിച്ചാണ്. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും അതുപോലെ എവിടെയൊക്കെ ചെലവഴിച്ചു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതിൻ്റെ കൃത്യമായ കണക്കുകൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ നാം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ മഹ്ശറിൽ നമ്മുടെ കാലുകൾ നീക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ നാവ്, അന്ന് അതിനൊക്കെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ കൺട്രോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, കരുണാവാരിധിയായ റബ്ബ് അനുവാദം നൽകിയവരല്ലാതെ, അവർക്കല്ലാതെ അവിടെ സംസാരിക്കുവാൻ സാധ്യമല്ല. അവരുടെ കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ രോമകൂപങ്ങളും അവരുടെ ചർമ്മങ്ങളും അവരുടെ കാലുകളുമെല്ലാം അല്ലാഹുവിനോട് സംസാരിക്കും. ഈ കാര്യമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മൾ സൗകര്യപൂർവ്വം നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ധനം എന്ന് പറയുന്നുണ്ട്. അതിനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അതായത് ആതൂഹും മിൻ മാലില്ലാഹ് അല്ലദീ ആതാക്കും. ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ധനം നമ്മുടേതാണ് എന്ന് പറയുവാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിലും നൽകാൻ പറഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ നൽകുമ്പോഴാണ് ശുദ്ധീകരണം സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ധനത്തിലും സമൂഹത്തിലും വളർച്ച സംഭവിക്കുന്നത്. സകാത്തിനെ സംബന്ധിച്ച് അതിൻ്റെ കൃത്യമായ അർത്ഥം വിശദീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഈ രണ്ടർത്ഥമാണ് കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. അതായത് ഒന്ന് പരിശുദ്ധി, മറ്റൊന്ന് വളർച്ച. സകാത്തിലൂടെ തീർച്ചയായും നമ്മുടെ ഈമാനിന്റെ വളർച്ചയുണ്ടാകുന്നു, നമ്മുടെ സമ്പത്തിൽ തന്നെ വളർച്ചയുണ്ടാകുന്നു. സമ്പത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ വളർച്ചയുണ്ടാകുന്നു. പരിശുദ്ധി എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിലും നമ്മുടെ മനസ്സിലും എല്ലാം അതിൻ്റെ പരിശുദ്ധി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സമൂഹത്തിലും അതിൻ്റെ പരിശുദ്ധി കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ അർത്ഥത്തിലും ഈ വളർച്ചയും ഈ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഈ കർമ്മം, നേരത്തെ ജമാൽ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശുഷ്കാന്തി പുലർത്തുന്ന ആളുകൾ ഈ സകാത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമായി നിൽക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിശുക്കിന്റെ വൈറസ് പറിച്ചു കളയാതെ ഒരാൾക്കുമൊട്ട് ഈമാൻ ആസ്വദിക്കാൻ കഴിയില്ല. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ, ലാ യജ്തമിഉ അശ്ശുഹു വൽ ഈമാൻ, പിശുക്കും ഈമാനും ഫീ ഖൽബി അബ്ദിൻ അബദൻ, ഒരു ദാസന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. രണ്ടും, ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ പിശുക്ക്. അത്രത്തോളം ഗൗരവമേറിയ ഒരു സംഗതിയാണ്. മനുഷ്യന്റെ ആ പിശുക്കിനെ ചികിത്സിക്കാതെ നമ്മുടെ ഹിസാബിന്റെ വേളയിൽ നമുക്ക് സംരക്ഷണം ലഭിക്കുകയില്ല. നമ്മുടെ ധനത്തിൽ വളർച്ചയുണ്ടാകില്ല, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അകത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന പിശുക്കിനെ സംബന്ധിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്, കുൽ നബിയെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി ഇദല്ല അംസക്തും ഖശിയത്തൽ ഇൻഫാഖ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖജനാവ് തന്നെ നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ പോലും നിങ്ങൾ പിശുക്ക് ഭയന്നുകൊണ്ട് നിങ്ങൾ പിടിച്ചു വെക്കും. അത്രത്തോളം പിശുക്കനാണ് മനുഷ്യൻ. നമ്മളെന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ അള്ളാഹുവിന്റെ ഖജനാവിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്നത്, മനുഷ്യരുടെ ആദ്യത്തെ തലമുറയും അവസാനത്തെ തലമുറയും മനുഷ്യവർഗങ്ങളും ജിന്നുവർഗങ്ങളും എല്ലാം ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി അവരവരുടെ ആവശ്യങ്ങൾ മുഴുവനും അള്ളാഹുവിനോട് ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി നിവർത്തിച്ചു കൊടുത്താലും അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് ഒന്നുമേ ചുരുങ്ങുകയില്ല. ഈ റബ്ബിന്റെ ഖജനാവാണെന്ന് ഓർക്കണം. നിങ്ങൾ കേൾപ്പിച്ചു തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ പോലും നിങ്ങൾ പിശുക്ക് കാണിക്കും. ഇത്രത്തോളം പിശുക്കന്മാരാണ് മനുഷ്യൻ. അതിനെ ചികിത്സിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വആതൽ മാല അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അവർക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് ഏറ്റവും വലുത് എന്ന് അവർ തെളിയിച്ചു കൊടുത്തു. സമ്പത്തല്ല അവരുടെ ഇലാഹ്. എപ്പോഴും അതിന്റെ ചരിത്രം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും മുഅ്മിനീങ്ങൾ വായിച്ചിരിക്കണം, അല്ലേ? നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ കഹ്ഫിൽ. ഇന്നും നമ്മൾ വായിച്ചു. സമ്പത്തിനെ ഇലാഹാക്കിയ ഒരു തോട്ടക്കാരന്റെ ചരിത്രം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത്തഖദ ഇലാഹഹു ഹവാഉ, ദേഹേച്ഛയെ ദൈവമാക്കിയവൻ. അതിൽ നിന്നുള്ള മോചനം സംഭവിക്കേണ്ടതുണ്ട്. യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർ സമ്പാദിച്ചുണ്ടാക്കിയ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുകയാണ്. വആതൽ മാല അലാ ഹുബ്ബിഹി. അതിന് വേറൊരു തഫ്സീർ പറയപ്പെട്ടിട്ടുണ്ട്, വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോടുള്ള ഇഷ്ടം അവർക്കുണ്ട്, എന്നിട്ടും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഒന്ന്, അള്ളാഹുവിനോട് അവർക്ക് ഇഷ്ടമുണ്ട്, അത് കാരണമായിട്ട് ധനത്തോടും അവർക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് ഏറ്റവും വലുത് എന്ന് അവരുടെ സമ്പത്ത് കൊണ്ട് അവർ തെളിയിച്ചു. മറ്റൊന്ന്, സമ്പത്തിനോട് അവർക്ക് ഇഷ്ടമുണ്ട്, എന്നിട്ടും ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ യാതൊരു തരത്തിലുള്ള പിശുക്കും അവർ കാണിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിലൊക്കെ വിജയിച്ച ആളുകൾക്കാണ് പറയാനുള്ള അവകാശമുള്ളത്, വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. വല്ലാത്തൊരു വാക്കാണത്, വ അന മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, സൽക്കർമ്മം പ്രവർത്തിക്കുക, എന്നിട്ട് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ താൽപര്യം വളരെ സുന്ദരമായി നടപ്പാക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ, അത് വളരെ സുന്ദരമായി ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് ഞാൻ എന്ന് അവൻ എല്ലാ നിസ്കാരവേളയിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സുന്ദരമായ വാക്ക് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം നൽകി പരീക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ പരീക്ഷണം? വളരെ വ്യക്തമായി സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണവും വെള്ളികളും മേത്തരം വീടുകളും രമ്യഹർമ്മ്യങ്ങളും എല്ലാം വാഹനങ്ങളും എല്ലാം ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ക്ഷണിക്കുന്നത് ഇതിനേക്കാൾ ഖൈറായ, ഇതിനേക്കാൾ ഗുണകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ പരിചയപ്പെടുത്തി തരികയാണ്. താഴോരങ്ങളിൽ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരികയാണ്. ആ സ്വർഗമാണ് നിങ്ങൾക്ക് പകരമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞുകൊണ്ടാണ് ഈ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ പിശുക്കനോടുള്ള യുദ്ധം അതൊരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ലോകത്തെന്നല്ല പരലോകത്തും ഈ ലോകത്തും നമുക്ക് അതിൻ്റെ നേട്ടങ്ങളുണ്ട്. ഒരു പഠനം തെളിയിക്കുകയാണ്, മാറാവ്യാധികൾ, ക്രോണിക് ഇൽനസ്, ഹാർട്ട് ഡിസീസ്, അതുപോലുള്ള ബ്രെയിൻ ഹാമറേജ് പോലുള്ള അസുഖങ്ങൾക്ക് സദഖയുടെ, സകാത്തിന്റെ പോസിറ്റീവ് ഇംപാക്ട്, അതിനെ സംബന്ധിച്ചുള്ള വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട്, ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് അതിനുള്ള റിസൾട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇതിനുള്ള നേട്ടം പരലോകത്ത് മാത്രമല്ല ഈ ലോകത്ത് തന്നെയും നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. എത്ര സമ്പത്തുകളാണ് നമ്മൾ, സ്വർണങ്ങളാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവസാനം ഇതൊക്കെ ഏതെങ്കിലും ജിന്നുമാക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ, അന്ധവിശ്വാസത്തിന്റെ പേരിൽ അതിനൊക്കെ എടുത്തു കൊടുക്കും. 500 പവനൊക്കെ. വലിയ ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത്, വലിയ ചർച്ചകളാണ്. അതായത് ഏതോ ഒരു പണ്ഡിത സുഹൃത്തിന്റെ
ഒരു പ്രഭാഷണത്തിന്റെ ശകലം ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നുകൊണ്ട്, ഇങ്ങനെയാണോ, ഇയാൾ ഒരുപാട് രീതിയിൽ മോട്ടിവേഷൻ നൽകുന്ന ഒരാളാണ്, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ? അതായത് ഉപയോഗിക്കുന്ന സ്വർണം അതെന്തായാലും അതിനത്രയൊന്നും കണക്കൊന്നുമില്ല, അത് ഷാഫി ഇമാമിന്റെ പേരിലാണ് വരവേച്ചിരിക്കുന്നത്. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഉപയോഗിക്കുന്ന സ്വർണം അത് എത്രയാണെങ്കിലും അതിന് സക്കാത്തില്ല. അത് കോയിനായി സൂക്ഷിച്ചു വെക്കണം, സ്വർണ്ണക്കട്ടിയായി സൂക്ഷിച്ചു വെക്കണം. ആഭരണമാകുമ്പോൾ അത് പടച്ച തമ്പുരാൻ അത് തീരുമാനിക്കാൻ, അത് സൂക്ഷിച്ചു വെച്ചതാണെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനമില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു മക്റല്ലേ, വല്ലാത്തൊരു ചതിയല്ലേ. തൊട്ടപ്പുറത്ത് പണ്ടത്തെ മാലിക് ദിനാറിലെ ഒരു ഖത്തീബിനോട് ഒരു സുഹൃത്ത്, ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ, ഇദ്ദേഹം ഒരുപാട് ഇങ്ങനെ പറഞ്ഞപ്പോ, ഉപയോഗിക്കുന്ന സ്വർണത്തിന് അതെത്രയാണെങ്കിലും ശരി, 500 പവനാണെങ്കിലും ശരി, 1000 പവനാണെങ്കിലും ശരി, ഉപയോഗിക്കുന്ന സ്വർണത്തിനാണെങ്കിൽ സക്കാത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്ലാസ് എടുത്തപ്പോ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി, ഉസ്താദേ, എൻ്റെ ശുചിമുറിയിൽ എനിക്ക് കാലൊരച്ച് ശുദ്ധിയാക്കാൻ വേണ്ടി ഒരു 50 കിലോന്റെ ഒരു സ്വർണ്ണക്കട്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതെൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിനും സക്കാത്തുണ്ടോ? ഇത് ഒരു പെദമ്പൻ ചോദ്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സക്കാത്തില്ല എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. ഇതിന്റെ പ്രത്യക്ഷത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഫലാ താഖിലൂൻ ഫഅന്നാ തുസ്റഫൂൻ. നിങ്ങൾ എങ്ങനെ തിരിക്കപ്പെടുന്നു? ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറ്റി നിങ്ങൾക്ക് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى. നബിയെ, താങ്കൾക്ക് അവതീർണമായ ഈ പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അന്ധന്മാരെ പോലെയാണോ? ലം യഖിറു അലൈഹാ സുമ്മൻ വഉമ്യാന. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവര് അന്ധരായും മൂകരായും അതിൽ ചെന്ന് ചാടി വീഴാത്ത ആളുകളാണ്. അവര് ചിന്തിക്കും, അവര് സംസാരിക്കും, കാര്യബോധമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല, കുൽ നബിയെ, താങ്കൾ പറഞ്ഞേക്കൂ, വിളംബരം ചെയ്തേക്കൂ, ഹാദിഹി സബീലി, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅനി. എത്ര സുന്ദരമായ വാക്കുകളാണ്! ഇതാണ് എൻ്റെ വഴി, ഈ തുറന്ന പുസ്തകം, ഇതിന്റെ അകത്ത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നു. ഒരു പ്രാർത്ഥനയായി തന്നെ പറയപ്പെടുന്നുണ്ട്, പടച്ചവനെ, എൻ്റെ പ്രത്യക്ഷത്തേക്കാൾ ഖൈറാക്കണമേ എൻ്റെ അന്തരംഗങ്ങളെ. വജഅൽ അലാനിയതനാ സ്വാലിഹ. നമ്മുടെ പ്രകടമായ ജീവിതം ഏറ്റവും സുന്ദരമാക്കണമേ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥന. ഇതാണ്, എന്നെ ഈ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഞാൻ ഈ പഠിപ്പിക്കുന്ന അധ്യാപനം ഞാൻ മാത്രമല്ല, എന്നെ പിൻപറ്റുന്ന ആളുകളും വ്യക്തമായ ഒരു ഇൻസൈറ്റോട് കൂടി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, വ്യക്തമായ ഒരു അവബോധത്തോട് കൂടി തന്നെയാണ് അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിന് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫത്വകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യ നാളിനോട് അടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ആകാശമണ്ഡലത്തിന് കീഴിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകൾ അവരുടെ പണ്ഡിതന്മാരായി തീരും. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന. അവരുടെ പക്കൽ നിന്നായിരിക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട ആളുകൾ തന്നെയാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. വൈലൈഹിം തഊദ്. അതിന്റെ തിക്തഫലം അവരിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇങ്ങനെയുള്ള ഒരുപാട് കുതന്ത്രങ്ങൾ. ഇപ്പോൾ സംഘടിത സക്കാത്തിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ്. ഓരോ ആളുകളും പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന അവരുടെ ഓരോ മണിക്കൂറുകൾ ചെലവഴിച്ചാൽ ലക്ഷക്കണക്കിന് മണിക്കൂറുകളാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ഇതെന്തിന്റെ പേരിലാണ്? അറിയാത്തതിന്റെ പേരിലാണ്. നേരത്തെ ജമാൽ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചില്ലേ അൽ ബയാനിൽ, അത് മുജാഹിദിന്റെ പ്രസിദ്ധീകരണമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടേതല്ല. അവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. സംഘടിതമായി സംഘടിപ്പിക്കുകയും അത് കൃത്യമായിട്ട് ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ച് അത് വിതരണം ചെയ്യുകയും ചെയ്യണം. ആ സംവിധാനം ഇവിടെ നിലനിർത്തണം എന്നുള്ളത്. കാലാന്തരത്തിൽ അത് മറന്നുപോയി. ഓരോ സംഗതികളും പണ്ട് നമ്മുടെ പള്ളിയിൽ സംഘടിതമായിട്ട് 1972 സംഘടിതമായിട്ട് ആദ്യം ഫിത്ർ സക്കാത്ത് സംഘടിതമായി നൽകാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് സക്കാത്തൊക്കെ സംഘടിതമായി നൽകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം എന്ന് എൻ്റെ പിതാവിനോട് എഞ്ചിനീയർ കല്ലനാട് സാഹിബ് പറഞ്ഞപ്പോൾ, അങ്ങനെ ആ ഒരു വർഷം ഇങ്ങനെ സംഘടിതമായിട്ട് ഫിത്ർ സക്കാത്ത് സംഘടിപ്പിച്ച് അവിടുന്ന് വിതരണം ചെയ്തപ്പോൾ വലിയ കുഴപ്പമുണ്ടായി. അന്നത്തെ കാലി ഇത് സംഘടിത സക്കാത്ത് എന്ന് പറഞ്ഞാൽ അനിസ്ലാമികമാണ്, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള മറുപടിയും പറഞ്ഞിരുന്നു. അങ്ങനെ അവസാനം ഒരു അന്നത്തെ പ്രസിഡന്റിന്റെ വീട്ടിലൊരു ചർച്ച വന്നു. കാദിയും എൻ്റെ പിതാവും ഇരുന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ നിങ്ങൾ എങ്ങനെയാണ് അനിസ്ലാമികം എന്ന് പറഞ്ഞത്? അനിസ്ലാമികം എന്ന് പറഞ്ഞിട്ടൊരു വിധിയില്ല. ഒന്നുകിൽ ഹറാം, അല്ലെങ്കിൽ കറാഹത്ത്, അല്ലെങ്കിൽ ജായിസ്, അല്ലെങ്കിൽ വാജിബ്, ഇങ്ങനത്തെ ഏതെങ്കിലും. എന്താണ് ഇതിൽ എന്താണെന്ന് ചോദിച്ചു സംഘടിത സക്കാത്ത്. അനിസ്ലാമികം എന്ന് പറഞ്ഞിട്ടൊരു വിധിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നാട്ടില് ഇങ്ങനെ ഏതെങ്കിലും ഒരു മഹല്ലിലും അല്ലെങ്കിൽ മഹല്ലല്ലാത്ത പ്രദേശത്തൊക്കെ തുടങ്ങിയാൽ കുഴപ്പമുണ്ടാകൂലേ എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് കേട്ടോ. എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞതാണ്. അദ്ദേഹം ഇത്രയും വലിയൊരു കാളി, മഹല്ലത്തിന്റെ ഒരു കാളി പറഞ്ഞ മറുപടിയാണ്, നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുഴപ്പമുണ്ടാകൂലേ എന്നാണ്. അപ്പോ അവരോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്, നിങ്ങളെപ്പോലുള്ള ഒരു കാളി കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഞാൻ കുഴപ്പമുണ്ടാക്കും എന്നാണ് അതിന്റെ അർത്ഥം. അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് അദ്ദേഹത്തിന്റെ മഹല്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെയുള്ള സംയുക്ത ജമാഅത്തിൽ നിന്ന് തുടങ്ങാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് പിന്നീട് അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അപ്പോ ഈ വലിയൊരു സംവിധാനത്തിനെതിരെ വലിയ പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും സംസാരിക്കുന്ന രീതി കണ്ടാല്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യങ്ങൾ ഓർമ്മ വരികയാണ്. അലൈസ മിൻകും റജുലുൻ റഷീദ്, ബോധമുള്ള ഒരുത്തനും ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? ഏതെങ്കിലും ഒരുത്തൻ മനസ്സിലാവുമല്ലോ ഇത്. ജൂതന്മാരെ സംബന്ധിച്ചും അതുപോലെ നസാറാക്കളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, പരസ്പരം അവര് പോരടിക്കുകയാണ്. ലൈസത്തിൽ യഹൂദു അലാ ശൈ ലൈസത്തിൽ നസാറ അലാ ശൈ. ജൂതന്മാരെ നസാറാക്കളെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അവർക്ക് ഒരു അടിസ്ഥാനവും ഇല്ല. നസാറാക്കൾ തിരിച്ചങ്ങോട്ടും, ഇവർക്കും യാതൊരു അടിസ്ഥാനവുമില്ല. വഹും യത്ലൂനൽ കിതാബ്, അവർ കിതാബ് വായിക്കുന്നവരാണ്. അവർക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യഹൂദികളോട് ഉത്ബോധനം ചെയ്ത ആ ബനു ഇസ്രായേലിലുള്ള സന്തതികളായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അവർക്കറിയാം. പക്ഷേ എന്തിനാണ് ഇവർ ഭിന്നിച്ചത്? വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ബഗ്യം ബൈനഹും എന്നാ പറഞ്ഞിരിക്കുന്നത്. വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകൾ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വിവരമില്ലാത്തത് കൊണ്ട് എന്നല്ല പറഞ്ഞത്, വ്യക്തമായ വിവരം വന്നെത്തിയതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. അവർക്കറിയാം. എന്താ കാരണം? ബഗ്യ കാരണം എന്നാണ്. ബഗ്യം ബൈനഹും. ആ ബഗ്യിന്റെ തഫ്സീർ എന്താന്ന് പറഞ്ഞാല്, ഹസദ്, അസൂയ, തൊലബുർ റിയാസത്ത്, നേതൃത്വമോഹം. ഞങ്ങളാണ് ഇത് പറയേണ്ടത്, ഞങ്ങളാണ് ഇത് നടപ്പിലാക്കേണ്ടത്.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വളരെ സുന്ദരമായി സുതാര്യമായിട്ട് നടത്തുമ്പോൾ അതിന് ഫിത്ന ഉണ്ടാക്കുക, കുപ്രചരണങ്ങൾ ഉണ്ടാക്കുക. എന്താ ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയും? ഇല്ലൊന്നും പേടിയില്ലേ? പടച്ചതമ്പുരാന് പേടിയില്ല, അള്ളാന് പേടിയില്ലേ? അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കൊലയേക്കാൾ പാതകമാണ് ഈ ഫിത്ന ഉണ്ടാക്കുക, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ എന്താണ് ഒരു ഖാദിയുടെ ഉത്തരവാദിത്വം എന്ന് വായിച്ചു നോക്കും നിങ്ങൾ. ശറഉൽ അഖായിദ് എല്ലാ പള്ളി ദർസുകളിലും പഠിപ്പിക്കപ്പെടുന്നതാണ്. നാട്ടിലുള്ള ആളുകളുടെ സക്കാത്ത് സദഖകൾ പിരിക്കുന്ന, അതുപോലെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പങ്ങൾ അമർച്ച ചെയ്യുന്ന, അതിന് പ്രതിവിധി കാണുന്ന, മാസം തീരുമാനിക്കുന്ന, വലിയില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള അധികാരമുള്ള ആളാണ് ആരെന്ന് പറഞ്ഞാൽ ഹാക്കിം എന്ന് പറഞ്ഞാൽ, ഖാളി എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്നവരെ സംബന്ധിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു കുപ്രചരണങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ കുതന്ത്രങ്ങൾ ആരെയാണ് ഈ ചതിച്ചുകൊണ്ടിരിക്കുന്നത്? യുഖാദിഊന അല്ലാഹ വറസൂലഹു വല്ലദീന ആമനു. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? മാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. അവർ സ്വന്തത്തെ തന്നെയാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം കുറെ ആളുകൾ എന്തെങ്കിലും ഊതുമ്പോൾ തീർന്നു പോകേണ്ടതല്ല നമ്മുടെ ഈ വീര്യം. നേരത്തെ ജമാൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വർഷവും ഒരു മുതലാളിയുടെ മുന്നിൽ ഓരോരോ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ പരസ്പരം ക്രിസ്ത്യാനികൾ കാണുമ്പോൾ അവർ സലാം പറയാറുണ്ട്, ഈശോ മശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ മറുപടി എന്താ പറയുന്നറിയോ? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതേപോലെ എപ്പോഴും എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ദരിദ്രരായിരിക്കട്ടെ എന്നാണ് ഈ വാക്ക്. ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. എല്ലാ വർഷവും എൻ്റെ വീട്ടിലും വരാറുണ്ട്, ഇങ്ങനെ വഴി തപ്പി വരാറുണ്ട്. ഈ വരുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാവർക്കും പറയുന്ന സുന്ദരമായ ദുആ: നിങ്ങൾക്കെപ്പോഴും നൽകാനും ഞങ്ങൾക്കെപ്പോഴും തരാനും, ഞങ്ങൾക്കെപ്പോഴും വാങ്ങാനും പടച്ചോന് എത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭയങ്കര റാഹത്താവും മുതലാളിമാർക്ക്, ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു അവസ്ഥാവിശേഷം, ഈ ഒരു അവഗണന, ഈ ഒരു ദുൽമ് ഈ നാട്ടിൽ പ്രചരിക്കണമെന്ന് തന്നെയാണ് ഈ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ നിർത്തുകയാണ്. 3 കാര്യം പ്രത്യേകം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക സാക്ഷരത. നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കേരളത്തിൽ ഭയങ്കര സാക്ഷരത ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സാമ്പത്തിക സാക്ഷരത ഓരോ വ്യക്തിയും നേടിയിരിക്കണം. എന്ത് ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം, എത്ര ചെലവഴിക്കണം, ആവശ്യമുള്ളത് എന്താണ്, എന്താണ് അനാവശ്യം, എന്താണ് അത്യാവശ്യം എന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ സാമ്പത്തിക സാക്ഷരത പൂർണ്ണമായി. നമുക്കറിയണം, അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു തന്ന അമാനത്താണ് നമ്മുടെ ധനം. അത് സമ്പാദിക്കുന്നതിന് അതിൻ്റെ രീതിയുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ട വഴിയിലൂടെ മാത്രമേ അത് സമ്പാദിക്കാവൂ, അള്ളാഹു തൃപ്തിപ്പെട്ട വഴിയിൽ മാത്രമേ അത് ചെലവഴിക്കാവൂ, അള്ളാഹു കൽപ്പിച്ചതുപോലെ. അതാണ് അതിൻ്റെ നിയമം. നല്ല സാമ്പത്തിക സാക്ഷരത. ചില ആളുകൾ ഈ വിഷയത്തിൽ വളരെ നന്നായിട്ട് ഒരു പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മതി വരാതെ വീണ്ടും 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 ചില മസലകൾ സക്കാത്തിന്റെ കാര്യത്തിൽ ചോദിക്കാണ്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ചോദിക്കുന്നില്ല. എന്തിനായിരിക്കാം? കൊടുക്കാനാ കൊടുക്കാതിരിക്കാനാ? കൊടുക്കാതിരിക്കാനാണ്. എങ്ങനെയെങ്കിലും ഒരു തീരെ മദ്ഹബും ഇല്ല, ഷാഫിയും ഇല്ല, അനഫിയും ഇല്ല, ഇങ്ങനത്തെ ആളുകള് തേങ്ങാന്റെ സക്കാത്ത് പറയുമ്പോ നമ്മ ഷാഫി മദ്ഹബ്, ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അല്ലേ? തേങ്ങക്ക് സക്കാത്തില്ല, അങ്ങനെ ഷാഫി പറഞ്ഞു, നമ്മ ഷാഫിയാണ്.
കച്ചവട ചെറുക്കാകുമ്പോൾ മാത്രമേ തേങ്ങക്ക് സക്കാത്തുള്ളൂ, മാത്രമേ അത് കൃഷി ഇനത്തിൽ അത് ഉൾപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരം ആളുകൾ ഇങ്ങനെ വലിയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കുക പടച്ചോന്റെ ആ ശക്തമായ താക്കീത്. നേരത്തെ നദിവി സാഹിബ് ഇവിടെ ഓതി വെച്ച ആയത്ത്, അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ നിങ്ങൾ കരുതിയിരുന്നോ, നിങ്ങൾക്ക് വേദനിക്കുന്ന ശിക്ഷയുണ്ടെന്ന് സുവാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതേ വല്ലാഹി അതേ സ്വർണം, അതേ വെള്ളികൾ ചൂടുപിടിപ്പിക്കപ്പെടും നരകത്തിന്റെ തീയിൽ. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലുകളും കത്തിക്കപ്പെടുന്ന അതേ തീയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂടുപിടിപ്പിക്കപ്പെടുന്നത്. അതെവിടെയോ വിറ്റുപോയി എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എവിടെയാണ് കൊണ്ടുപോകുന്നത്? നിങ്ങള് എവിടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്? അതിനെ ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം കുടഞ്ഞ് പുറത്തേക്കെടുക്കും. അത് ഭൂമി മോചിതമാകും. അതിനെ വഹിച്ചിരുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും തെറ്റാതെ, ഒരു സെക്കൻഡും ഒരു മൈക്രോ സെക്കൻഡും തെറ്റാതെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. അതേ സംഗതി അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് അതേ നരകത്തിൽ ചൂടുപിടിച്ച് അവന്റെ മുതുകും അവന്റെ നെഞ്ചും അവന്റെ പാർശ്വങ്ങളിലും വെച്ചിട്ട് ഹാദാമാ കനസ്തുല്ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഷാഫി ഇമാമിനെ പറഞ്ഞ് രക്ഷപ്പെട്ടില്ലേ, ഇതാണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച നിങ്ങളുടെ സ്വർണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പാവപ്പെട്ട ആളുകൾ വിശക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വിവസ്ത്രരായിട്ടുണ്ടെങ്കിൽ, അവരുടെ പണക്കാര്, അവരുടെ സമ്പന്നരായ ആളുകൾ ചെയ്ത അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു അതികഠിനമായി നിങ്ങളെ വിചാരണ ചെയ്യും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. വെള്ളിയാഴ്ച എപ്പോഴും ഈ രണ്ടാമത്തെ റക്അത്തിൽ വലിയ സൗണ്ട് കേൾക്കാം. അവസാനത്തെ റക്അത്തിൽ സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, നിങ്ങളെ പള്ളിയിലില്ലേ അതങ്ങനത്തെ സൗണ്ട്? സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നീട് ഞാനാണ് അവരെ വിചാരണ നടത്തുന്നത് എന്ന ശബ്ദം കേൾക്കുമ്പോൾ വേക്കുന്ന അല്ലാഹു ആസിബനാ ഹിസാബൻ യസീറ, ഇമാമും അപ്പം മൗമൂമും ഒക്കെ ചേഞ്ച് ആവും പെട്ടെന്ന് സൗണ്ടിൽ. അല്ലാഹുമ്മ ഹസിബ്നാ ഹിസാബൻ യസീറ, അല്ലാഹുവേ ലളിതമായിട്ട് ഞങ്ങളെ വിചാരണ നടത്തണമേ എന്നാണ്. ഈ തെക്കൻ ഭാഗത്തൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാല്, ഈ ലളിതമായിട്ട് ആരെയാ ഈ വിചാരണ നടത്തേണ്ടത്? നമ്മുടെ പിതാവ് റഹിമഹുല്ലാ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാല് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചാല് ചിലപ്പോൾ ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുക്കുവെള്ളം കുടിക്കുന്ന പതിവുണ്ട് അല്ലേ? ഇരുമ്പുലൊക്കെ വിഴുങ്ങി ചുക്കുവെള്ളം കുടിക്കുക എന്ന് പറയും. ഈ ഇരുമ്പുലൊക്കെ വിഴുങ്ങിയിട്ടാണ് ഈ തിന്നുന്ന സാധനം എന്താണ്? ഇരുമ്പൊലക്കെയാണ് അല്ലേ? അത് ഈ ചുക്കുവെള്ളം കൊണ്ട് ദഹിക്കോ? ഇതേപോലെ ഈ ചെയ്യുന്നത് ഇത്രയും വലിയ പാതകമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച രണ്ടാമത്തെ റക്അത്തിൽ ഹാസിബിനാ ഹിസാബൻ യസീറ എന്ന് ദുആ ചെയ്തത് കൊണ്ടായില്ല. നമ്മൾ വിചാരണ ചെയ്യണം. പരിശുദ്ധ ഇസ്ലാമിന്റെ ഇത്രയും സുന്ദരമായ ഈ ഒരു ഘടകത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ മഹല്ലത്തുകളിൽ ഏറ്റവും ദരിദ്രമായിട്ട്, അതായത് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഓരോ കിറ്റുകളൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്താലല്ലാതെ അവിടെ തീ പുകയാത്ത വീടുകൾ, ആ വീടുകളിൽ നിന്ന് പോലും ഉസ്താദിന് ചോറ് എന്ന് പറഞ്ഞിട്ട് ചോറുണ്ട്. അത് തിന്നാൻ പാടുണ്ടോ? അത് അങ്ങനെയുള്ള ചോറ് തിന്നാൻ പാടില്ല. യഖൂലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ. അതായത് ഇത്തരം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോലും നമ്മുടെ മഹല്ലത്തുകാർക്ക് ഒരു ബോധം, ഈ ഒരു ബോധം ഉണ്ടാകണം. നമ്മൾ എന്താന്ന് പറഞ്ഞാല് തുഖദു മിൻ അഗ്നിയായിം വതുറദ്ദു ഇലാ ഫുഖറായിം. എല്ലാ മഹല്ലുകളും, ഇപ്പൊ നമ്മുടെ പള്ളി ഒരു മഹല്ലില്ലാത്തൊരു പള്ളിയാണ്, ടൗണിലെ ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ വരുന്ന ഓരോ അപേക്ഷകളും ഓരോ മഹല്ലത്തുകളിൽ നിന്ന് ഉള്ള എന്തെല്ലോ അപേക്ഷകൾ, ചികിത്സക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി. ഞാൻ എപ്പോഴും പറയാറുള്ളത്, അവരോട് പറയാറുള്ളത്, നിങ്ങളുടെ സെക്രട്ടറിയുടെ നമ്പർ ഇതാ, നിങ്ങളുടെ പ്രസിഡന്റിന്റെ നമ്പർ ഇതാ. അവിടെയൊക്കെ വിളിച്ചു പറയും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനങ്ങൾ, ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ കൂടുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സദഖ എന്നുള്ള നിലയിൽ നമ്മൾ പിരിച്ചെടുത്ത് ഈ രീതികൾ, ഈ സുന്ദരമായിട്ട് ഈ സംവിധാനങ്ങളൊക്കെ ചെറിയ തോതിലെങ്കിലും നടത്തുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഓരോ മഹല്ലത്തുകാരും, നമ്മുടെ മഹല്ലത്ത് നിന്ന് ആരും പുറത്തു പോകാൻ പാടില്ല. അവരുടെ വിദ്യാഭ്യാസം,
അവരുടെ ദാരിദ്ര്യം, അവരുടെ ചികിത്സ, ഇതെല്ലാം ഒരു മഹല്ലത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ എത്ര സൗന്ദര്യമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. പള്ളിയിലേക്ക് കിട്ടാനുള്ള വരിസംഖ്യയും അതുപോലെ ഉസ്താദിന് കൊടുക്കാനുള്ള ചോറും, അത് ഏത് വീടിൽ നിന്നാണെങ്കിലും ശരി. ഇങ്ങനെ പരമദരിദ്രരായ ആളുകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ വീട്ടിൽ നിന്ന് പോലും ഈ ഭക്ഷണം ഇങ്ങനെ ഭുജിക്കുന്നുണ്ട്. ഇത് പറയാം നമ്മള്. ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉസ്താദുമാർക്ക് നൽകുന്ന, പലപ്പോഴും അങ്ങനെയും വിചാരിച്ചിട്ടുണ്ട്, ഉസ്താദുമാർക്ക് റമദാനിൽ കൊടുക്കുന്ന എന്തോ ഒരു കൈമടക്കാണ് ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ സക്കാത്ത് കൊടുക്കേണ്ടതുപോലെ സംഘടിതമായിട്ട് നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ദരിദ്രന്മാരുണ്ടാകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ച അവരുടെ ഒരു അംബാസിഡർ ഉണ്ടായിരുന്നു യമനിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി, അദ്ദേഹം എല്ലാവരുടെയും സക്കാത്ത് അവിടെ തന്നെ വിതരണം ചെയ്തു, അവിടെ തന്നെ സംഘടിപ്പിച്ചു, അവിടെ നിന്ന് തന്നെ സ്വീകരിച്ചു. പണക്കാരിൽ നിന്ന് സമ്പന്നരായ ആളുകളിൽ നിന്ന് സ്വരൂപിച്ചു, പാവപ്പെട്ട ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. അടുത്ത വർഷം തിരിച്ചിങ്ങോട്ട് സ്റ്റേറ്റിലേക്ക് കൊടുത്തയച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ശകാരിച്ചുകൊണ്ട് അങ്ങോട്ടൊരു കത്ത് കൊടുത്തു. അവിടുന്നുള്ള ആളുകളുടെ സക്കാത്തൊക്കെ പിരിച്ചിട്ട് സ്റ്റേറ്റിലേക്ക് അയച്ചു തരാനല്ല താങ്കളെ നിയോഗിച്ചിരിക്കുന്നത്, അവിടെയുള്ള ആളുകളുടെ സക്കാത്ത് പിരിച്ച് അവിടെ തന്നെ വിതരണം ചെയ്യാനാണ് താങ്കളെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, സക്കാത്ത് വാങ്ങാൻ അവിടെ ഒരാളും ഇല്ലാത്ത ആ സന്ദർഭത്തിലാണ് ഞാൻ സ്റ്റേറ്റിലേക്ക് അയച്ചു തന്നിരുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ. സ്വന്തം കാലിൽ അവന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹി പറയുന്നത്, ഒരാൾക്ക് സക്കാത്ത് കൊടുത്തവനെ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? അവന് സമ്പന്നനായിരിക്കും, അവന് പിറ്റേ വർഷം സക്കാത്ത് കൊടുത്തിരിക്കും. 2 വർഷത്തേക്ക് അവന്റെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുന്ന കാര്യങ്ങളായിരിക്കണം നൽകേണ്ടത്. അപ്പൊ ഈ സംഘടിതമായി ചെയ്യുമ്പോൾ മാത്രമേ അതിനെ ഏറ്റവും കാര്യക്ഷമമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കുറേ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ ഒരു വഴിക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഇത് വളർച്ചയുടെ ഭാഗമാണ്. ഇത് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടല്ല, നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയാണ്. അതായത് സൂറത്ത് നൂറില് എത്ര വലിയ അപരാധത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആള്, അവരെ സംബന്ധിച്ച് അന്നത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടന്നില്ലേ? അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അത് കേട്ടപ്പോൾ നിങ്ങൾ ഖൈറാണെന്ന് വിചാരിക്കാത്തത് എന്താണെന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഖൈറെന്ന് വിചാരിച്ച്? നിങ്ങളെ വളർത്താൻ വേണ്ടി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടപ്പോൾ, വല്ലാതെ വിഷമം തോന്നിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ. ഇത് അല്ലാഹുവിന്റെ കൃത്യമായ സുന്നത്താണ്. അപ്രകാരം തന്നെ ഞാൻ എല്ലാ നബിമാർക്കും ശത്രുക്കളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു എന്നാണ്. എന്താ ഈ പറഞ്ഞത്? ഇപ്രകാരം തന്നെ താങ്കളുടെ ശാസ്ത്രവം വെച്ച് പുലർത്തുന്ന ആളുകളില്ലേ, അപ്രകാരം തന്നെ എല്ലാ നബിമാർക്കും ഞാൻ ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? അങ്ങനെയുള്ള ഒരു ശത്രു ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന്റെ ഏറ്റവും വലിയ വളർച്ച. ഒരു നമ്രൂദ് വന്നാലാണ് മൂസാ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളർച്ച. ഒരു ഫിറഔൻ അവിടെ ഉണ്ടാകണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വളർച്ചക്ക്. ഒരു അബൂജഹലും ഒരു അബൂലഹബും അവിടെ ഉണ്ടാകണം. അവരുടെ ടീമുകൾ പ്രവർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആസൂത്രിതമായിട്ട് അവര് ആക്രമണങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ആ വളർച്ച ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഓരോ കേൾക്കുന്നതനുസരിച്ചും തീർച്ചയായിട്ടും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തുവാൻ വേണ്ടി അല്ലാഹു ഉണ്ടാക്കിയ കൂടുതൽ ഈ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുവാൻ വേണ്ടി പടച്ച തമ്പുരാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. പടച്ച തമ്പുരാന്റെ ഒരു സുന്നത്താണ് ഈ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാഹ്. എന്നാൽ ആസൂത്രിതമായ രീതിയിൽ
വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ അതിനെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയത്തുകളാണ് ഉദ്ധരിക്കുന്നത്, ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ഇത് ശരിയാവൂല, ഈ കൂട്ടത്തിൽ ഇങ്ങനെ സംഘടിതമായിട്ട് നൽകിയാൽ, കമ്മിറ്റിക്ക് നൽകിയാൽ ഇത് സക്കാത്ത് വീടില്ല. അന്ന് നേരത്തെ പറഞ്ഞ ഖാദിയുടെ കാര്യത്തിൽ അവസാനം തീരുമാനമായത്, നിങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ അനസ്ലാമികമാണെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ളതിന്റെ കാരണവും അദ്ദേഹം പറഞ്ഞു. അതായത് അരി, അതായത് സക്കാത്ത് വിതരണത്തിനുള്ള ഫിത്ർ സക്കാത്തിന്റെ അരി, ആ അരി ചിലപ്പോ പെരുന്നാളിന്റെ അന്ന് അവന്റെയും അവന്റെ കുടുംബത്തിന്റെ, അവന്റെ ആശ്രിതരുടെയും ചെലവ് കഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ സ്വന്തമായിട്ടുള്ള ഈ സക്കാത്ത്, അവന്റെ നഫ്സിന്റെ സക്കാത്തായ ഫിത്ർ സക്കാത്ത് നൽകണമെന്നാണ്. അപ്പൊ ചിലപ്പോ കൊടുക്കുന്ന ആളുകൾ തന്നെ അത് വാങ്ങേണ്ടി വരും. ഒരു കാളിയാണെങ്കിൽ, ഞാനൊരു കാളിയാണ്, എൻ്റെ കയ്യിൽ ഒരാൾ സക്കാത്ത് ഏൽപ്പിച്ചു, എന്നാൽ അതേ സക്കാത്ത് എടുത്ത് ഇവൻ ഈ നൽകുന്ന ആള് സക്കാത്തിന് അർഹനാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് തന്നെ നൽകാം. എന്നാൽ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കുഴപ്പമാവൂലേ? കാരണം സ്വന്തത്തിന് തന്നെ സക്കാത്ത് കൊടുക്കും, ഞാൻ എൻ്റെ സക്കാത്ത് എനിക്ക് തന്നെ നൽകിയതുപോലെ ആകില്ലേ എന്നുള്ള ഒരു വലിയ സാധ്യതയുള്ള, ഒരു വിദൂര സാധ്യതയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അന്നത്തെ കാളി സംസാരിച്ചു. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്ന് പറഞ്ഞാൽ, ഓ ഇതാണോ നിങ്ങൾ ഇത്ര കാര്യമായിട്ട് സംസാരിച്ചത്? ഇത് ഒരു നയാ പൈസയുടെ റബ്ബർ കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്താ ഇങ്ങനെ റബ്ബർ കൊണ്ട് പരിഹരിക്കുന്നത്? റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ ഇട്ട് ഓരോരുത്തരുടെ പേര് എഴുതിയാൽ മതി. ഇതായാ കൊടുക്കണ്ട, ആളെ സക്കാത്ത് വേറെ സക്കാത്ത് ഇട്ട് കൊടുത്താൽ. ഇതിനാണോ നിങ്ങൾ ഈ അനിസ്ലാമികമൊക്കെ പറഞ്ഞു? ആകെ കൂടി ഇത്രയേ ഉള്ളൂ. ഈ ആയത്തുകളും ഹദീസുകളൊക്കെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായി വന്നപ്പോ കുറെ ആളുകൾ, ഇല്ല ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമാണ് കീഴ്പ്പെടൽ, വിധി തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമാണ്, ഇങ്ങനെ ഖലീഫനെ ഒന്നും അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നു. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു അറിയോ? സിന്ദാബാദ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഇല്ല നമുക്ക് ഇവരെ അനുസരിക്കേണ്ട ബാധ്യതയില്ല എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ച എന്താണെന്നറിയാമോ? കലിമത്തു ഹഖ്ഖിൻ, സത്യവചനമാണ്, പക്ഷേ ഉരീദ ബിഹൽ ബാത്തിൽ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. സത്യമായ വചനമാണ്, പക്ഷെ ആ വചനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാത്തിലാണ്. സത്യമായ വചനം ഉച്ചരിച്ചുകൊണ്ട് ബാത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വളരെ കൃത്യമായ ഒരു അവയർനെസ് നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും അതുപോലെ ഓരോ കൂട്ടായ്മകളിലും നമ്മൾ ഉണ്ടാക്കണം. ഈ ഖൈറാത്തുകൾ ഇവിടെ നിലനിർത്താൻ വേണ്ടി തീർച്ചയായും നമ്മൾ ഓരോരുത്തരും, നമ്മൾ വ്യക്തിപരമായിട്ടും അതുപോലെ സംഘടനാപരമായിട്ടും ഒക്കെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈ സംരംഭത്തെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, 3 കാര്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സമയം ഉണ്ടല്ലോ അല്ലേ? ഒരു 5 മിനിറ്റ് കൂടി. ഒരു കാര്യം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിലൊന്ന് 3 കാര്യം സംസാരിക്കാന്ന് പറഞ്ഞു. മറ്റൊന്ന് കാറൂണിസമാണ്. ഈ കാറൂണിസം വല്ലാതെ വളരുന്നു. ഒന്ന് സാമ്പത്തിക സാക്ഷരത, മറ്റൊന്ന് കാറൂണിസം വല്ലാതെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം പ്രകടിപ്പിക്കുക. ഇത് ഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ ജനതയിൽ താൻ പുറപ്പെട്ടു വന്നപ്പോൾ എന്നൊരു പദപ്രയോഗമുണ്ട്. എല്ലാം എന്താണ്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ പ്രത്യേകമായ വിവരം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നൊക്കെയുള്ള വിചാരം ആളുകളുടെ മുമ്പിലൊക്കെ ഈ പ്രദർശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ വല്ലാതെ കൂടി വരികയാണ്. ഇവൻ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കല്യാണം കഴിച്ചതിനെ അതിൻ്റെ മറികടക്കാനുള്ള സംഭവം. അതേപോലെ വീടുകൾ ഇങ്ങനെ. ഈ നാഷണൽ വേസ്റ്റ് എത്രയാണ് ഈ നാഷണൽ വേസ്റ്റ്?
അതൊക്കെ നല്ല കച്ചവടത്തിലൊക്കെ ഇട്ട് അഭിവൃദ്ധിപ്പെടുത്തേണ്ട ആ ധനമാണ് ഇങ്ങനെ വലിയ വീടുകളും വലിയ കൊട്ടാരങ്ങളും വലിയ വാഹനങ്ങളും വലിയ പരിപാടികളൊക്കെ നടത്തി ഓരോരുത്തരും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. വളരെ ലളിതമായി ജീവിക്കുന്ന ആളുകളാണ്, വളരെ ലളിതമായി ജീവിക്കുന്ന ആളുകളാണ്. വളരെ ലളിതമാണ് അവരുടെ ജീവിതം, അവരുടെ സംസാരം, അവരുടെ ചെലവുകൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. നമുക്ക് ഏവർക്കും ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു സംഭവമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നേരത്തെ ജമാൽ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർത്തപ്പെടും. അള്ളാഹു 70 മുഴമുള്ള ചങ്ങലക്കിട്ട് ബന്ധിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ് മലക്കുകളോട്. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലു. എന്നിട്ടാണ് നിങ്ങൾ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കേണ്ടത്. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. ആരാണിവൻ? എന്താണ് ഇവൻ ചെയ്ത ഒഫൻസ് എന്നറിയാമോ? മഹാനായ റബ്ബിൽ വിശ്വസിക്കാത്തവനാണവൻ. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാത്തവനാണ്. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അഗതികൾക്ക് ആഹാരം നൽകാൻ പ്രേരിപ്പിക്കാത്തവനാണവൻ. അഗതികൾക്ക് ആഹാരം നൽകാത്തവൻ എന്നല്ല, ഈ നൽകാൻ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. പ്രേരിപ്പിക്കാനോ നമ്മുടേതായ രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങളുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എത്രയോ ആളുകളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഒരു നല്ല വാക്ക്. അങ്ങനെ പ്രേരിപ്പിക്കാത്തവൻ ദീനിനെ തന്നെയാണ് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അവൻ നിസ്കരിച്ചാലും ശരി, വസഅമ അന്നഹു മുസ്ലിം, മുസ്ലിം ആണെന്നവന് വാദിച്ചാലും ശരി, അങ്ങനെ പ്രേരിപ്പിക്കാത്ത ആളുകൾ ദീനിൽ നിന്ന് പുറത്താണെന്ന ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യം നല്ല ബോധപൂർവം ഇതിനു വേണ്ടി എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷം നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കണം. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആ സൗന്ദര്യം പ്രകടമാകുന്ന ഈ സക്കാത്തിൻ്റെ ഈ സംരംഭത്തിന് വേണ്ടി നാം ഏവരും മുന്നിട്ടിറങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നിന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. ഇഹത്തിലും പരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം ചൊരിഞ്ഞു തരുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.